ഇതൊക്കെ ഒരു 55-60 രൂപ. 55-60 രൂപയ്ക്ക് വരുന്ന പശുക്കളാണ് ഈ നിൽക്കുന്ന. ഇതൊക്കെ എന്ത് പാല് ഇറക്കുമായിരിക്കും? ഇതൊരു 15-16. ഇത് ഒറിജിനൽ മോഴയാണ് കേട്ടോ, അല്ലാതെ കൊമ്പ് കരിച്ച മോഴയല്ല, ഒറിജിനൽ മോഴ പശു. കാരണം നമുക്ക് പരാതി വരാൻ പാടില്ല. കൊമ്പ് കണ്ടോളൂ. രണ്ടാമത്തെ പ്രസവമാണ്. കടിഞ്ഞൂല് പശുവാണ് കേട്ടോ. അതാണ്ട എൻ്റെ അകിടൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അടുത്ത ഒരു കടിഞ്ഞൂല് പശു ഇതാ അകിട് നോക്കിയോ. അടുത്ത രണ്ടാം പ്രസവം 22, 25, 27 അങ്ങനെ കിടക്കുന്ന പശു. 20+. 20 മുകളിൽ തന്നെ. നല്ല അടിപൊളി ഒരു ജേഴ്സി ക്രോസ് മോഴ പശു. ഇത് ഒറിജിനൽ മോഴയാണ് കേട്ടോ, അല്ലാതെ കൊമ്പ് കരിച്ച മോഴയല്ല, ഒറിജിനൽ മോഴ പശു. ചേട്ടാ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള പശുവാണോ അതോ നാട്ടിലെ പശു? ഇല്ല, നാട്ടിലെ പശു. നാട്ടിലെ പശു. ഇത് കയറൊക്കെ പക്ഷേ തമിഴ്നാട്ടിലെ കയറാണല്ലോ ഫുള്ള്. ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഭംഗിക്ക് നിർത്താൻ വേണ്ടിയിട്ട് കയർ വാങ്ങിട്ട് നമ്മുടെ ഈ ഏരിയ ഫുള്ള് ഈ ഒരു ടൈപ്പിലായിരിക്കും കേട്ടത്. ഈ കയറാണ് ഉപയോഗിക്കുന്നത്. പാലക്കാട് ബോർഡറിലുള്ളതാണ്. ചേട്ടൻ്റെ പേര് മുരുകൻ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ വരുന്ന ആളാണ്. ചേട്ടാ ഇത് എത്രാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്? രണ്ടാമത്തെ പ്രസവമാണ്. എൻ്റെ മടിയൊന്ന് കാണിച്ചോട്ടെ. രണ്ടാമത്തെ പ്രസവത്തിലുള്ള മോഴ പശുവാണ്. രണ്ടാമത്തെ പ്രസവത്തിലുള്ള മോഴ പശുവാണ്. കൊമ്പ് നോക്കി പ്രായം പറയാൻ പറ്റത്തില്ല, കൊമ്പില്ല. ഇത് കാഴ്ചയ്ക്ക് രണ്ടാമത്തെ പ്രസവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേണ്ട മടിയൊക്കെ ഇതിപ്പോൾ പെറ്റോ ഏട്ടാ? ഇത് പെറ്റിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. പെറ്റിട്ട് ഒരാഴ്ചയായി. ഈ പശു ഏട്ടാ? ഇത് പ്രസവിച്ചിട്ട് 3 ദിവസമായി. പ്രസവിച്ചിട്ട് 3 ദിവസമായി. എത്രാമത്തെ പ്രസവമാണ്? ഇത് രണ്ടാം പേര്. വേണ്ട, നമ്മൾ ഇനി കൊമ്പ് കാണിച്ചില്ല എന്ന് പറയരുത്. കൊമ്പ് കണ്ടോളൂ. ഒന്ന് പിടിച്ചോട്ടെ. കാരണം നമുക്ക് പരാതി വരാൻ പാടില്ല. കൊമ്പ് കണ്ടോളൂ. രണ്ടാമത്തെ പ്രസവമാണ്. അതിൻ്റെ അകിട് എനിക്ക് കാണിച്ചു തരാം. പ്രസവിച്ചിട്ട് എത്ര? 3 ദിവസമായി അല്ലേ? പ്രസവിച്ചിട്ട് 3 ദിവസമായ ഒരു ക്രോസ് ബ്രീഡ് പശു. ഇത് അടുത്ത ചാനയാണല്ലേ? അത് 10 ദിവസം പിടിക്കും. ഇനി ഒരു 10 ദിവസം എടുക്കും. എത്രാമത്തെ പ്രസവമാണ്? ഇത് 10 ദിവസം പിടിക്കും. മൂന്നാം പേര് പശുവാണ്. അതാണ് കാണിച്ചു തരാം. ഇത് 2 നേരം 23 ലിറ്റർ. 2 നേരം 23 ലിറ്റർ കറന്നാണ്. കഴിഞ്ഞ പ്രസവത്തിൽ 23 ലിറ്റർ പാല് കറന്ന പശുവാണെന്ന് പറയാം. ചേട്ടാ ഇത് എവിടുന്ന് കൊണ്ടുവന്നാണ്? ഇതും പാലക്കാട് പശു തന്നെ. നമ്മുടെ ഈ ഏരിയ തന്നെ. ഇതൊക്കെ കൈകെട്ടി വിടുന്ന പശുക്കളാണ്. മേക്കാൻ പറ്റുന്ന പശുക്കളാണ്. എല്ലാം മേക്കാൻ പറ്റുന്ന പശുക്കളാണ്. അതിപ്പോ ഞാൻ ഇപ്പൊ കുളിപ്പിച്ചപ്പെട്ടതാണ് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട്. ശരി. നല്ല അടിപൊളി പശുക്കളാണ്. ചേട്ടാ ഇതിപ്പോ ഈ പശു ഇപ്പൊ നിൽക്കുന്ന ചേട്ടന്റെ വീട്ടിൽ തന്നെ? നമ്മുടെ വീട്ടിൽ തന്നെ. അത് ശരിക്കും ചേട്ടന്റെ ഈ ഒരു 3 പശുക്കളെ ഉള്ള? ഇനി വേറെ പശുക്കൾ? 6 വേറെ കാണിച്ചു തരാം. 6 വേറെ വരാനിപ്പുണ്ട്. വേറെ നിപ്പുണ്ട്. വെളിയിൽ കെട്ടിയിരിക്കുകയാണ്. ശരി, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ. ഈ പശുക്കളല്ലാതെ ഇപ്പൊ ഈ ചേട്ടന്റെ ഈ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഈ ചേട്ടന്റെ ഇപ്പൊ നിൽക്കുന്ന 6 പശു അല്ലാതെ വേറെ പശു ആണെങ്കിലോ വേറെ സ്ഥലത്ത് പോയി മേടിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് പോയി എവിടെ വേണമെങ്കിൽ പോവാം. ഇപ്പൊ നിലവിലുള്ള കുറച്ച് സ്ഥലം ഒന്നുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ബാക്കി പശുവിനെ കാണിച്ചു തരാം. ഈ 3 പശു ഇപ്പൊ മുരുകൻ ചേട്ടൻ വീടിനുള്ളിൽ ചെറിയ തൊഴുത്തിനകത്ത് നിൽക്കുന്ന പശുക്കളാണ്. കേറ്റിക്കോ. കൊമ്പ് നോക്കി പ്രായം പറയേണ്ടവർക്ക് കൊമ്പ് നോക്കി പ്രായം പറയാം. അതെ. ഈ പശു നല്ലപോലെ കാണിച്ചോട്ടെ. വലിയ പശുവാ, അത്യാവശ്യം നല്ലൊരു 3-ാം പേർ പശു. അത്യാവശ്യം നല്ലൊരു പശുവാട്ടോ. 10 ലിറ്റർ പാലാ. 13 ലിറ്റർ കാലത്തുണ്ട്, വൈകിട്ട് 10 ഉണ്ട്. 23 ലിറ്റർ പാലുണ്ട്. 23 ലിറ്റർ പാല് കറന്നതാണെന്നാണ് പറയുന്നത്. ഹെവി കടിഞ്ഞൂല് പശുവാണ് കേട്ടോ. അതാണ്ട എൻ്റെ അകിടൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അടുത്ത ഒരു കടിഞ്ഞൂല് പശു ഇതാ അകിട് നോക്കിയോ. അടുത്ത രണ്ടാം പ്രസവം. പിന്നെ പശുക്കളുടെ വലിപ്പം അറിയണമെന്നുണ്ട്. ചേട്ടാ മുരുകൻ ചേട്ടൻ നിൽക്കുന്നത്. മുരുകൻ ചേട്ടൻ 6 അടി പൊക്കമുള്ള ആളാണ്. മുരുകൻ ചേട്ടൻ ഇതൊക്കെ എത്ര പാല് കിട്ടാൻ സാധ്യതയുള്ള പശുക്കളാണ് ഈ വലിയ പശുക്കളെല്ലാം? 22, 25, 27 അങ്ങനെ കിടക്കുന്ന പശുക്കൾ. 20+. 20 മുകളിൽ തന്നെ. 20 മേളിലുള്ള പാല് കിട്ടുന്ന വലിയ പശുക്കളെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെയൊക്കെ സൈസ് നോക്കിയോ. ചേട്ടാ ഇതിന്റെ പ്രസവത്തിന് കണക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? ആദ്യത്തെ 2 1-ാം പ്രസവത്തിലുള്ള പശുക്കളല്ലേ? 2 കടിഞ്ഞല്ലേ. കൊമ്പ് കണ്ടോളൂ. മോഴ. ഇത് 2-ാം പ്രസവം. ഇത് രണ്ടും കൊമ്പ് കണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് 3 അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. പശുക്കളുടെ സൈസ് നോക്കിയോ ചേട്ടാ. ഇതിന്റെയൊക്കെ ഒരു വില ഭാഗം, അതായത് 70,000 തൊട്ട് 1 ലക്ഷം പേർ പശുവുണ്ട്. അതായത് പാല അനുസരിച്ച് 70,000 തൊട്ട് 1 ലക്ഷം പേർ പശു. ഈ ടൈപ്പ് പശുക്കൾ 1 ലക്ഷം രൂപ വരെ പശുക്കളുണ്ട്. വേണ്ട പശുക്കൾ നോക്കണം. ഗംഭീര പശുക്കൾ. ഇതൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാലും ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തിന് മേളിലുള്ള വിലയേ ഉള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ സൈസുണ്ട്. ഇത് കടിഞ്ഞൂരിലൊക്കെ 1 ലക്ഷത്തിന് മേളിൽ വിൽക്കുന്ന പശുക്കളാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന 1 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ചേട്ടാ ഇനിയുണ്ടോ പശുക്കൾ?
നമ്മളെ വിളിച്ച് പുള്ളി പറഞ്ഞത് വേറെ പശുക്കൾ പുള്ളിയുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ച ഈ ടൈപ്പ് സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ചെറിയ സ്കീമുകാർക്കൊക്കെ ഉള്ള പശുക്കളുണ്ടോ നമ്മുടെ കയ്യിൽ? സ്കീമുകാർക്കുള്ളതുണ്ട്. 60,000 തൊട്ട് 50,000 തൊട്ട് 1 ലക്ഷം വരെ പശുണ്ട്. 60 ഉണ്ട്, 55 ഉണ്ട്, 60,000 ഉണ്ട്. ആ സ്കീമുകാർക്ക് പറ്റിയ പശുക്കളുണ്ട്. അതിനെ കുറിച്ച് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ സ്കീമിന് പറ്റിയ പശുക്കളാണല്ലേ? ഇത് സ്കീമിന് പറ്റിയ പശുക്കളാണ്. അടിപൊളി. ഇത് ഒക്കെ ഏകദേശം എന്ത് വില വരുന്നു? ഇതൊക്കെ ഒരു 55-60 രൂപ. 55-60 രൂപയ്ക്ക് വരുന്ന പശുക്കളാണ് ഈ നിൽക്കുന്ന. ഇതൊക്കെ എന്ത് പാല് ഇറക്കുമായിരിക്കും? ഇതൊരു 15-16. അതുകൊണ്ട് ഇതൊരു ജേഴ്സി മോഴ പശുവാണ്. അതുപോലെ ഇതൊരു ക്രോസ് ബ്രീഡ് പശു. അപ്പുറത്ത് അതാണ്ട് ഒരു HF-ന്റെ ഒരു ചെറിയൊരു ടൈപ്പ്. ഇത് കടിഞ്ഞൂലാണോ? ഇത് കടിഞ്ഞൂല് പശു കേട്ടോ. കടിഞ്ഞൂല് പശു. അതാ ഇതൊക്കെ നമുക്ക് സ്കീമിനൊക്കെ എടുക്കാൻ പറ്റിയ നൈസ് പശുക്കൾ. അതൊരു മോഴ പശുവാണ്. അതെനിക്കൊന്ന് കൃഷ്ണഗിരി ആ ടൈപ്പ് പശുക്കളാണ്. വേണ്ട, ഇതൊക്കെ എന്ത് പാല് കിട്ടുമായിരിക്കും? ഇതും ഒരു 15-16 രണ്ട് നേരം കൂടെ. ഇതാണ്ട ഇതും ഒരു ആ ടൈപ്പ് ഒരു അത്യാവശ്യം നല്ല മടിയൊക്കെ ഉള്ളൊരു പശുവാണ്. ഇതൊക്കെ നമുക്ക് സ്കീമിന് കൊടുക്കാൻ പറ്റിയ പശുക്കളാണല്ലേ? അപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല ഈ സ്കീമിന്റെ പശുക്കൾ? എപ്പോഴും ഉണ്ടാവും ഈ ടൈപ്പ് ചെറിയ പശുക്കൾ. നമ്മളെ സമീപിച്ച ചെറിയ കർഷകർക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും.